ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ എൻ്റെ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ PG കഴിഞ്ഞു, അല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെട്ടു, ഇനി പുതിയൊരു ജോലി എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എനിക്കൊരു ഡ്രീം ജോബ് ഉണ്ട്, ആ ഡ്രീം ജോബ് അല്ലെങ്കിൽ ആ ഒരു ഡ്രീം പൊസിഷനിൽ എനിക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മാനിഫെസ്റ്റേഷൻ സീക്രട്ടുകളും എങ്ങനെ എപ്പോൾ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ മുഴുവനായിട്ടും കാണാം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പിന്നീട് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ വന്നിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്നുള്ള ഒരു സംഭവം എടുക്കുകയാണ്. നിങ്ങളുടെ ജോലി എന്താണോ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ കാണാം. ഞാൻ ഡോക്ടർ എന്ന് പറയുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഡ്രീമാണ് മനസ്സിൽ കാണേണ്ടത്. ഞാൻ എന്തെങ്കിലും അഫർമേഷൻ പറയുമ്പോൾ അതിൽ ഡോക്ടർ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ആഗ്രഹമാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വീഡിയോ തുടർച്ചയായിട്ട് കാണാം. മോർണിംഗിൽ നമുക്ക് 2 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, രാത്രിയിൽ ഒരു കാര്യവും പ്രാക്ടീസ് ചെയ്യണം. ഈ മോർണിംഗിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ്. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ജോബ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് സങ്കല്പിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യുക? വളരെ ഹാപ്പി ആയിരിക്കും, നമുക്ക് സാലറി ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ തുടർച്ചയായിട്ട് ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ജോലി ചെയ്തു തുടങ്ങിയിട്ട് ഒരു 3 മന്തായി എന്ന് നിങ്ങൾ വിചാരിക്കുക, മനസ്സിൽ സങ്കല്പിക്കുക ജോലി ചെയ്തു തുടങ്ങിയിട്ട്. എന്നിട്ട് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തിട്ട് എഴുതുക. ആഫ്റ്റർ 3 മന്താണ് നിങ്ങൾ ആ സിറ്റുവേഷനിലാണ് ഇപ്പോൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ജോലി പോലും കിട്ടാത്ത ഇപ്പോൾ നിങ്ങൾ ഇരുന്നിട്ട് എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആഗ്രഹിച്ച ഡോക്ടർ എന്ന് പറയുന്ന പൊസിഷനിൽ എനിക്ക് എത്താൻ സാധിച്ചു. ഞാനിപ്പോൾ ഒരു ഡോക്ടറാണ്, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, എനിക്ക് ഇത്രത്തോളം ക്ലയൻസ് ഉണ്ട്, ഓരോ ദിവസം ഞാൻ പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്നു, പുതിയ ആളുകളെ പരിശോധിക്കുന്നു, എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്, നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് കൃത്യമായിട്ട് സാലറി കിട്ടുന്നുണ്ട്, സാലറി ഇൻക്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് കമ്പനി. അപ്പോൾ ഇങ്ങനെ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ജോലിയിൽ, ഒത്തിരി സന്തോഷമുണ്ട്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു പാരഗ്രാഫ് അങ്ങോട്ട് എഴുതുക കൃത്യമായിട്ട്. ജോലി ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ആണെങ്കിൽ സെയിം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ഇതാണ്, ഒരു പാരഗ്രാഫ് എഴുതുക, നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് അതിലുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എഴുതുക. എല്ലാം നടന്നു എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ സ്ക്രിപ്റ്റിംഗ് ആക്ടിവിറ്റി ഒരു ദിവസം ചെയ്താൽ പോരാ, തുടർച്ചയായിട്ട് സെയിം സ്ക്രിപ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരു 2 വീക്സോ 3 വീക്സോ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിക്ക് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു 6 മാസം എടുത്തിട്ട് കിട്ടുന്നതാണോ നല്ലത്? ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 3 വീക്സ് 4 വീക്സ് കൊണ്ട് നമുക്ക് ജോബ് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ ഇത് എല്ലാ ദിവസവും രാവിലെ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു വിഷൻ ബോർഡ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചു വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രീമുകൾ വരയ്ക്കാം. ഇങ്ങനെയൊക്കെ ഒരു ചാർട്ട് പേപ്പറിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയാം. നമ്മുടെ ആഗ്രഹങ്ങളുടെ പിക്ചേഴ്സ് പിൻ ചെയ്ത് വെക്കുന്നതിന് ഡ്രീം ബോർഡിൽ, ഓക്കെ, അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചു വെക്കുന്നതിന്. ഇപ്പം നമുക്ക് അതൊക്കെ ചെയ്യാൻ പ്രയാസമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറാണ് ഡ്രീമെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ എയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ആപ്പിലോട്ടോ എന്തിലോട്ടെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ വസ്ത്രം കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് മാറ്റിത്തരാൻ പറഞ്ഞാൽ പെട്ടെന്ന് മാറ്റിത്തരും. ഇനി അറിയില്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചെയ്തു തരും. എന്നിട്ട് ആ ഒരു ഫോട്ടോ അഥവാ നിങ്ങൾ ഡോക്ടറുടെ കോസ്റ്റ്യൂമിലുള്ള ആ ഒരു ഫോട്ടോ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ DP ആക്കിയിട്ട് വെക്കണം. ഫോൺ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, DP മീൻസ് വാട്സപ്പിൽ DP ഇടണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ വാൾപേപ്പർ എന്നാണ് അതിന് പറയുക അല്ലേ. ഓക്കെ, ഫോണിൽ വാൾപേപ്പറായിട്ട് നിങ്ങൾ വെക്കുക, അതുപോലെ തന്നെ ടാബിൽ വാൾപേപ്പറായിട്ട് വെക്കുക,
ഡെസ്ക്ടോപ്പ് മറ്റേ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ആ സ്ക്രീനിൽ തന്നെ സ്ക്രീൻ വാൾപേപ്പർ ആയിട്ട് നിങ്ങൾ വെക്കുക. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുക, ഫോണ്, ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന എന്തെങ്കിലും നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പേജിലൊക്കെ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാം, പ്രിൻ്റ് എടുത്തിട്ട്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു പിക്ചർ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് ഇടയ്ക്കിടയ്ക്ക് അറ്റൻഷൻ കിട്ടും. പക്ഷേ ഈ അറ്റൻഷൻ കിട്ടുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്ക്രിപ്റ്റിംഗ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോളം ഈ ഫോട്ടോയിലോട്ട് നോക്കണം. അത് ഫോണിലുണ്ടെങ്കിൽ ഫോണിൽ നോക്കാം, ടാബിലുണ്ടെങ്കിൽ ടാബിൽ നോക്കാം, ലാപ്ടോപ്പിലുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കാം. ഇനി ഇത് 3ലും ഇല്ല, ഏതെങ്കിലും 1ലേ ഉള്ളെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോയിലോട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ഡോക്ടറായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഈ 2 ആക്ടിവിറ്റിയാണ് നിങ്ങൾ മോർണിംഗിൽ ചെയ്യേണ്ടത്, സ്ക്രിപ്റ്റിംഗ് പ്ലസ് വിഷൻ ബോർഡിലോട്ട് അറ്റൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. ദെൻ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ, ഒരു ക്ലിനിക്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, ഹാപ്പിനെസ്, നിങ്ങൾക്ക് കിട്ടുന്ന അപ്രിസിയേഷൻസ്, അവാർഡ്സ്, കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് മാക്സിമം അത് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് കാണുക. ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു 10 ബ്രീത്തിങ് ഒക്കെ ചെയ്ത് മൈൻഡിനൊന്ന് കാമാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ രാത്രിയിൽ ഈ വിഷ്വലൈസേഷൻ ചെയ്യുക, മോർണിംഗിൽ സ്ക്രിപ്റ്റിംഗ് ചെയ്യുക, വിഷൻ ബോർഡ് നോക്കുക. ഈ 3 ആക്ടിവിറ്റീസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റും. എത്ര ടൈമാണോ എടുക്കുന്നത് അതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ സീക്രട്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി മാനിഫെസ്റ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രമോഷന് വേണ്ടിയിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷന് വേണ്ടിയിട്ടും ഒക്കെ സെയിം ആക്ടിവിറ്റി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് വേണം, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ഏത് ആഗ്രഹമാണെങ്കിലും അത് നേടാനുള്ള സീക്രട്ടുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 21 ദിവസത്തെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്. അതിൽ കൃത്യമായി ഗൈഡ് ചെയ്യും. നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ എഴുതിപ്പിച്ച് ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം, എന്തൊക്കെ ബ്ലോക്കുകളാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ബ്ലോക്കുകളൊക്കെ മാറ്റി നമുക്ക് കൃത്യമായിട്ട് ആ ഡ്രീം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള വഴികൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എൻക്വയറി ചെയ്യുക.